ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അധികം പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ബ്രോസ്റ്റഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ക്യാഷ് ഒന്നും കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങാതെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം വലിയ പീസല്ല, എന്നാൽ ഒത്തിരി ചെറിയ പീസല്ലാത്ത രീതിക്ക് ഒരു ചിക്കനെ ഒരു 10-12 പീസൊക്കെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്കിന്നില്ലാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കിന്നോടെയുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ബട്ടർ മിൽക്കിലാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബട്ടർ മിൽക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ പാലിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കിയിട്ട് ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് മുഴുവനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ അകത്ത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഇത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ആ മിക്സിയിൽ ചിക്കൻ മുഴുവനായിട്ട് മുങ്ങി കിടക്കുന്ന രീതിക്ക് 6 മണിക്കൂറെങ്കിലും നമ്മളിത് ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 6 മണിക്കൂറിന് ശേഷം പിന്നെ നമുക്ക് അടുത്തത് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടും 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പേസ്റ്റ് ഉള്ളതെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അതും പൊട്ടിച്ച് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതൊരു ബാറ്റർ ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ നമുക്ക് നമ്മുടെ പഴംപൊരിയുടെ ഒക്കെ ബാറ്ററിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ മൈദയും കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഈ ഒരു ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മൈദയിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ ചിക്കൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പൊടി വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചാൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് കോട്ട് ചെയ്തെടുത്താൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തേക്ക് പിന്നെ അതിന് വീണ്ടും നനവ് വന്നിട്ട് പിന്നെ അതൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഓയിൽ ചൂടാക്കി നമ്മൾ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ചിക്കൻ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തെടുക്കരുത്.
ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഒഴിക്കുകയും വേണം. ചിക്കൻ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ചിക്കൻ്റെ എല്ലാ വശവും നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇട്ടുകൊടുത്ത ശേഷം പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്കാക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തുള്ള മൈദയുടെ കോട്ടിങ് പെട്ടെന്ന് കളർ മാറും, ഉള്ളി കുക്കാവാതെ വരും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു പാത്രം ആയതുകൊണ്ട് തന്നെ എനിക്ക് 1-2 പീസേ ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാടെണ്ണം ഒരുമിച്ച് ഇട്ടിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.